സജ്ജനങ്ങളെ, ഭാഗവത തോണിയിലേറി ഭഗവാനിലേക്കൊരു ഭക്തിയാത്ര എന്ന ശ്രീമദ് ഭാഗവതാസ്വാദന ത്രിപക്ഷയജ്ഞത്തിൻ്റെ 11ാം ദിവസമായ ഇന്ന് പൃഥുചരിത്രമാണ് നമ്മൾ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 9 അധ്യായങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള പൃഥുവിൻ്റെ കഥ, ഭഗവാന്റെ തന്നെ അംശാവതാരമായിരിക്കുന്ന പൃഥുവിൻ്റെ കഥ നമ്മൾ ഭാഗവത തോണിയിലെ ആ 36 വരികളിലൂടെ അതൊന്ന് ചൊല്ലി പാരായണം ചെയ്ത് അതിനുശേഷം ആ രംഗങ്ങളെയൊക്കെ അനുസ്മരിക്കാം. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. വലം കയ്യു കടഞ്ഞപ്പോൾ ദേവാംശമായി പൃഥുവുണ്ടായി. സ്ത്രീരൂപത്തിൽ ലക്ഷ്മി ദേവി അർച്ചിസുമായി. ദേവജനം ഇവർക്കായി പല സമ്മാനവും നൽകി. ചക്രവർത്തിയായി പൃഥു അഭിഷിക്തനായി. പൃഥുവിനെ സ്തുതിച്ചൊരു സൂതമഗധന്മാരെയും വിലക്കിനാൻ ചക്രവർത്തി വേണ്ട തരത്തിൽ. അവരെല്ലാം സ്തുതികളെ ആശീർവാദങ്ങളായി മാറ്റി. പൃഥുവിനു അവയെല്ലാം അനുഗ്രഹമായി. ഭൂമിദേവി ഐശ്വര്യങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നു. ഭൂപതി നീ മാത്രം ഞങ്ങൾക്കേക രക്ഷകൻ. പ്രജകൾ തൻ വാക്കു കേട്ടു ആയുധധാരിയായി മാറി. പൃഥ്വിയെ തേടിയെത്തി ഭൂമി പശുവായി. ഗോരൂപിണി കാലിൽ വീണു പൃഥുവോ ശാന്തനുമായി. പ്രജകൾക്കു വേണ്ടതെല്ലാം നൽകിനാൻ ഭൂമി. ഗോരൂപത്തിൽ നിന്നെടുത്തു ആവശ്യമുള്ളതെല്ലാമേ. പശുക്കുട്ടികളാം വർഗപ്രധാനികളും. പൃഥുവിൻ്റെ ഭരണത്തിൽ ഭൂമി സ്വർഗം പോലെയായി. പലവിധയാഗം ചെയ്തു രാജരാജനും. പശുവിനെ ദേവേന്ദ്രൻ മോഷ്ടിച്ചു പൃഥു ക്രുദ്ധനായി. പത്മജൻ പറഞ്ഞു യാഗം നിർത്തി രാജനും. ദേവേന്ദ്രനോ രാജാവിൻ്റെ പാദങ്ങളിൽ വീണു ഭക്ത്യ. ദേവാംശമുള്ള രാജനോ വാരിയെടുത്തു. ദേവദേവൻ പ്രത്യക്ഷനായി യാഗഭൂവിൽ രാജനപ്പോൾ. ദേവകഥ കേട്ടിടുവാൻ ചെവിയാചിച്ചു. വേനനാലെ പ്രചരിച്ച നിരീശ്വര മതങ്ങളെ വേണ്ട പോലെ ഇല്ലാതാക്കാൻ പൃഥുരാജനു. വേദസാരങ്ങളെയെല്ലാം പ്രഭാഷണം ചെയ്തു ഭംഗ്യ. വേദരൂപൻ ഭഗവാന്റെ മഹിമ പാടി. ഒരു ദിനം പൃഥു തൻ്റെ രാജകൊട്ടാരത്തിലേക്കു ഒരുമിച്ചു വന്നു ചേർന്നു സനകാദികൾ. സജ്ജനങ്ങളാകുമവർ ഉപദേശങ്ങളും നൽകി. സർവസംഗത്യാഗിയായി രാജ്യം ഭരിച്ചു. ജരാനര ബാധിച്ചപ്പോൾ ജനങ്ങളെ സാക്ഷിയാക്കി. രാജ്യഭാരം മകനേകി വനത്തിൽ പോയി. സമാധിയിൽ സ്ഥൂലദേഹം ഉപേക്ഷിച്ചു പൃഥുരാജൻ. സതിയനുഷ്ഠിച്ചു പത്നി വൈകുണ്ഠം ചേർന്നു. നാരായണ 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 ഗുരുവാദേശ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മന്ത്രം ചൊല്ലിടുമെൻ്റെ ഉള്ളിലവിടുന്നോങ്കാരമായി സദാ. മുദ്രാവേളയിലെന്നുമെന്നുടെ കരം താങ്ങിടുവാനെത്തി നീ. കാരുണ്യാമൃതഗംഗയൻ്റെ തലയിൽ പേമാരിയായി പെയ്തു നീ. കണ്ണാ കണ്ണാ നിന്നുടെ പുണ്യപൂജകപദം എൻ ഭാഗ്യമായി ശുഭം. ഭാഗ്യജന്മങ്ങളെന്നും നിനയ്ക്കാൻ ഭാഗ്യം കിട്ടിയതെന്നുടെ ഭാഗ്യം. ഉണ്ണിക്കണ്ണനു കേറിക്കളിക്കാൻ ആനയായതു നന്ദൻ്റെ ഭാഗ്യം. ഉണ്ണികൃഷ്ണനെ മാറോടു ചേർത്തു ഉമ്മ വയ്ക്കും യശോദ തൻ ഭാഗ്യം. മിത്രതേജസ്വിയായൊരാ കൃഷ്ണൻ മിത്രമായി കുചേലൻ്റെ ഭാഗ്യം. കണ്ണനോടൊത്തു കാട്ടിൽ നടക്കാൻ കാലിക്കൂട്ടത്തിനെന്തൊരു ഭാഗ്യം. അന്ധകാരിപ്രിയനായ കൃഷ്ണൻ അന്ധകനായി കംസന്റെ ഭാഗ്യം. അന്തരംഗത്തിൽ കണ്ണനെ നിത്യം കാന്തനായി കണ്ട രാധ തൻ ഭാഗ്യം. രാസകേളികളാടിയ നേരം രാധികാദികൾക്കൊക്കെയും ഭാഗ്യം. സർവർക്കും വഴിയായൊരാ കൃഷ്ണൻ സാരഥിയായി പാർത്ഥന്റെ ഭാഗ്യം. വാതാരി തൻ്റെ മുന്നിലെത്തിടാൻ വാദം വന്നു പട്ടേരിക്കു ഭാഗ്യം. ഉണ്ണി പോയതും ഉണ്ണിയായി കണ്ണൻ മുന്നിൽ വന്നതും പൂന്താന ഭാഗ്യം. നാമരൂപിയാം നാരായണനെ നാവിൽ ചേർത്തതു ആഞ്ഞത്തിൻ ഭാഗ്യം. നാദം പോയൊരാ നേരത്തു കൃഷ്ണൻ നാദമായതു ചെമ്പൈ തൻ ഭാഗ്യം. ഓമനക്കണ്ണായെന്നു വിളിച്ചാൽ ഓടി വന്നിടും ഭക്തന്റെ ഭാഗ്യം. വാസുദേവനു ജന്മം കൊടുത്ത ദേവകീ വസുദേവർക്കു ഭാഗ്യം. പൂർണ്ണ ബ്രഹ്മസ്വരൂപത്തെ നിത്യം പൂജിച്ചിടും മേൽശാന്തി തൻ ഭാഗ്യം. അച്യുതാ നിന്റെ പൂജകനായി എന്നച്ഛനേകിനി അത്ഭുത ഭാഗ്യം. മേഘശ്യാമള വർണ്ണാനി എന്നെ മേൽശാന്തിയാക്കിയെന്തൊരു ഭാഗ്യം. കണ്ണൻ്റെ രൂപം കാൺമതു ഭാഗ്യം. കണ്ണൻ്റെ കഥ കേൾപ്പതു ഭാഗ്യം. കണ്ണൻ്റെ ഗാനം ചൊൽവതു ഭാഗ്യം. കണ്ണാ നീ എന്നും ഞങ്ങൾ തൻ ഭാഗ്യം.
കണ്ണ നീയെന്നും ഞങ്ങൾ തൻ ഭാഗ്യം, കാർവർണ്ണ നീയെന്നും ഞങ്ങൾ തൻ ഭാഗ്യം, കാർമുകിൽ വർണ്ണ നീയെന്നും ഞങ്ങൾ തൻ ഭാഗ്യം. നിൻ പാദങ്ങളിൽ വീണുരുണ്ടു കരയും ദുർവൃത്തനെന്നാകിലും, നാമോച്ചാരണമന്ത്രയജ്ഞമടിയനാകാതെ വന്നാകിലും, നാവിൽ തെറ്റിവരുന്ന വാക്കു മുഴുവൻ മാറ്റി തിരുത്തി സ്വയം നാമോച്ചാരണമിന്നുമെന്നുമടിയൻ ചെയ്യും. പഠിക്കാക്കണേ നാമോച്ചാരണമിന്നുമെന്നുമടിയൻ ചെയ്യും. പഠിക്കാക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഭഗവാന്റെ തന്നെ അംശാവതാരമായിരിക്കുന്ന പൃഥു മഹാരാജാവിൻ്റെ കഥയാണ് നമ്മളിന്ന് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ചതുർത്ഥസ്കന്ധം നമ്മൾ ആദ്യം പറഞ്ഞു. 4 പുരുഷാർത്ഥങ്ങളെ കാണിക്കുന്ന 4 പ്രകരണങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 പ്രകരണങ്ങളിൽ അല്ലെങ്കിൽ 4 പുരുഷാർത്ഥങ്ങളെ കാണിക്കുന്ന ആ പ്രകരണങ്ങളിൽ മൂന്നാമത്തേത് അതാണ് പൃഥുവിൻ്റെ കഥ. ആദ്യം ദക്ഷൻ്റെ കഥ പറഞ്ഞു, പിന്നീട് ധ്രുവൻ്റെ കഥ പറഞ്ഞു. ധ്രുവൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ധ്രുവചരിത്രം പ്രചേതസ്സുകളുടെ സത്രവേദിയിൽ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആരാണ് പ്രചേതസ്സുകൾ എന്നുള്ളൊരു ചോദ്യമുണ്ടായതും പിന്നീട് വേനൻ്റെ കഥ പറഞ്ഞതും. അങ്ങനെ ആ വേനനെ മഹർഷിമാർ ഹുങ്കാര ശബ്ദം കൊണ്ട് ഇല്ലാതെയാക്കി. വേനൻ്റെ ശരീരം കടഞ്ഞപ്പോൾ, തുടകൾ കടഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു കറുത്ത സ്വരൂപമുണ്ടായി എന്നും നിഷാദന്മാർ അല്ലെങ്കിൽ കാട്ടാളന്മാർ എന്ന് അവരറിയപ്പെട്ടുവെന്നും പറഞ്ഞു. 15-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം കൂടി 9 അധ്യായങ്ങളിലൂടെ ആ നവാധ്യായിയിലൂടെ ഭഗവാന്റെ നവമായിരിക്കുന്ന കഥ, അതാണ് പൃഥുചരിത്രം. അതിൻ്റെ ആദ്യം 15-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ അവതാരം വർണ്ണിക്കുകയാണ്. അധതസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. പുത്രരഹിതനായ വേനരാജാവിൻ്റെ ബാഹുക്കൾ, കൈകൾ ബ്രാഹ്മണർ കടഞ്ഞുവെന്നും അതിൽ നിന്നൊരു പുരുഷനും സ്ത്രീയും ഉണ്ടായി. ആ ഋഷീശ്വരന്മാർ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭഗവത് കലാം, ഭഗവാന്റെ കലയാണ്, അംശമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ഏഷ വിഷ്ണോർ ഭഗവത കലാ ഭുവനപാലിനി. ഈ ലോകം പാലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ കലയാണിത്. ഇദ്ദേഹം പൃഥു എന്ന പേരിൽ അറിയപ്പെടും. ഈ പെൺകുട്ടി ഭഗവാനെ വിട്ടുപിരിയാത്ത ശക്തിസ്വരൂപിണിയായ ലക്ഷ്മിയുടെ അംശമാണ്. ഈ പെൺകുട്ടി എവിടെയേതാ ആ പൃഥുവും അർച്ചിസ്സും എന്ന പേരിൽ ഇവർ അറിയപ്പെടും എന്നും അവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു. ഇത് ഭഗവാന്റെ ജന്മം ലോകരക്ഷയ്ക്കാണ്. എല്ലാ ജന്മങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ദേവിയോ ഭഗവാനോടൊപ്പം താല്പര്യമെടുത്ത് ഇവിടെ വന്ന് അവതരിച്ചേക്കാണ്. ഇയം ച തൽപരാഹി ശ്രീരനുജജ്ഞേനപായിനി എന്നും പറഞ്ഞു. മൈത്രേയ മഹർഷി പറഞ്ഞു, ഇതിങ്ങനെ ആ ഭഗവാന്റെ അവതാരം ഉണ്ടായപ്പോൾ പതിവ് പോലെ ഗന്ധർവന്മാർ പാട്ട് പാടുക, സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചെയ്യുക, അപ്സരസ്സുകൾ നൃത്തം വയ്ക്കുക, ശംഖദൂര്യ മൃദംഗാദി വാദ്യങ്ങളൊക്കെ മുഴങ്ങുക, ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ ഒക്കെ അവരുടെ സംഘങ്ങളോടുകൂടി വന്ന് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരും വന്നു. വേനപുത്രൻ്റെ വലതുകൈയിൽ നിന്ന് ഭഗവത് ചിഹ്നത്തോടുകൂടിയ ഭഗവാനുണ്ടായപ്പോൾ അവിടെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സമർപ്പണങ്ങൾ ഭഗവാന് സമർപ്പിച്ചു എന്നാണ്. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നാഗങ്ങൾ, ഗോക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, സ്വർഗം, ഭൂമി, ഇങ്ങനെ സർവഭൂതങ്ങളും കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ കുബേരൻ വലിയ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സിംഹാസനം കൊടുത്തു.
അതേപോലെ വരുണൻ ജലമൊഴുകുന്ന ചന്ദ്രതുല്യമായിരിക്കുന്ന വെൺകൊറ്റക്കുട, വായു 2 ചാമരങ്ങൾ, ധർമ്മദേവൻ വളരെ മനോഹരമായിട്ടുള്ള മാല, ഇന്ദ്രൻ്റെ വകയായിട്ട് കിരീടം, അതേപോലെ യമൻ ദുർജനങ്ങളെ ശിക്ഷിക്കാനായിട്ടുള്ള ദണ്ഡ് കൊടുത്തു, ബ്രഹ്മാവ് വേദമയമായിരിക്കുന്ന കവചം കൊടുത്തു, സരസ്വതി മുത്തുമാലകൾ കൊടുത്തു. ഭഗവാൻ ഹരി ആ മഹാവിഷ്ണു സുദർശന ചക്രത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ലക്ഷ്മി ഭഗവതിയോ തൻ്റെ തന്നെ അംശമായിരിക്കുന്ന അർച്ചിയോസിനോട് കൂടിയിരിക്കുന്ന പൃഥുവിന് നശിക്കാത്ത സമ്പത്ത് കൊടുത്തു. രുദ്രൻ 10 ചന്ദ്രൻ്റെ അടയാളങ്ങളോട് കൂടിയ വാള് കൊടുത്തു എന്നാണ്. പാർവതി പരിച കൊടുത്തു, ചന്ദ്രൻ കുതിരകളെ കൊടുത്തു, ത്വഷ്ടാവ് തേരു കൊടുത്തു, അഗ്നി ആടിനെയും പശുവിൻ്റെയും കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ല്, സൂര്യൻ ദിവ്യാസ്ത്രങ്ങൾ, ഭൂമി മനോഹരമായിട്ടുള്ള മെതിയടി. ആ മെതിയടിയിൽ കയറി ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് വിചാരിച്ചാൽ മതി, അവിടെ എത്തിക്കും എന്നാണ്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഭൂപാതുകേ യോഗമയ്യോദോ പുഷ്പാവലിമന്വഹം എന്നാണ്. എവിടെ എത്തണമെന്ന് വിചാരിച്ചാൽ അവിടെ എത്തുന്ന ഒരു 2 മെതിയടികൾ. ദ്യോവ് പുഷ്പങ്ങൾ കൊടുത്തു, സിദ്ധന്മാർ നാട്യകൗശലം, പാട്ട്, വാദ്യങ്ങൾ, അന്തർധാന ശക്തി, ഇങ്ങനെ എന്തൊക്കെയാണ് ഓരോരുത്തരും കൊടുത്തതെന്ന് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ പൃഥുവിനെ വന്ദിക്കാൻ തുടങ്ങി സൂതന്മാർ, മാഗധന്മാർ, വന്ദികൾ തുടങ്ങിയ ആളുകളൊക്കെ ഭഗവാനെക്കുറിച്ച് കേമായിട്ടിങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി. പൃഥു മഹാരാജാവ് പറഞ്ഞു, ഹേ സൂത, ഹേ മാഗധ സൗമ്യവന്ദിം ലോകേധുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാൽ. നിങ്ങൾ ഇപ്പം എന്നെ സ്തുതിക്കുന്നതിലൊരർത്ഥമില്ല. ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം എന്നെ സ്തുതിക്കുകയാണെങ്കിൽ തരക്കേടില്ല. സത്യത്തിൽ ഭഗവാനെയാണ് എല്ലാവരും സ്തുതിക്കേണ്ടത്. എന്നെ സ്തുതിക്കരുത്. വേറെ ആരെ സ്തുതിച്ചാലും കുഴപ്പമില്ല. സത്യത്തിൽ ആരെയാണ് വേണ്ടത്? ഭഗവാനെ സ്തുതിക്കണം. ആ ഭഗവാനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്നെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലജ്ജയുള്ള ആളുകൾക്ക് ചേർന്ന ഏർപ്പാടല്ല. എനിക്ക് അത് സാധിക്കില്ല, എന്നെ സ്തുതിക്കരുത്. അപ്പോൾ ബാലിഷ്യന്മാരെ പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താതിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കാകെ വിഷമായി. അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു, അവരവരുടെ ആ പ്രവൃത്തിയാണ് ചെയ്യണത്, അതിനെ അങ്ങ് അംഗീകരിക്കണം. അപ്പോൾ പൃഥു മഹാരാജാവ് പറഞ്ഞു, എങ്കിൽ ഇവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്കുള്ള അനുഗ്രഹമായി, ആശീർവാദമായിട്ട് ഇവർ തരട്ടെ. അപ്പോൾ നന്നായി, അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ ഗംഭീരമായിട്ട് ആ പൃഥുവിനെ സ്തുതിച്ചു, അല്ലെങ്കിൽ വാഴ്ത്തി എന്നാണ്. അനുഗ്രഹ ശതങ്ങൾ അദ്ദേഹത്തിനായിട്ട് പകർന്നു കൊടുത്തു, ആശീർവാദങ്ങൾ. എന്നിട്ടോ അവർ പറഞ്ഞു, ഇദ്ദേഹം ധർമ്മനിഷ്ഠരിൽ ശ്രേഷ്ഠനായിട്ട് മാറും, ലോകത്തെ ധർമ്മമാർഗത്തിൽ പ്രവർത്തിപ്പിക്കും, ഏത് ലോകത്തിനും ഹിതം വരത്തക്ക വിധം സർവ്വലോകപാലന്മാരുടെയും മൂർത്തികളെ ശരീരത്തിൽ വഹിച്ച ആളാണ് ഇദ്ദേഹം. ദുഃഖിതരായ ജീവികളുടെ നേരെ സദാ കൃപ ചൊരിയും ഇദ്ദേഹം. ഭൂമിയെപ്പോലെ സഹനശക്തിയുള്ള ആളായിരിക്കും. ഇന്ദ്രൻ മഴ പെയ്യാതിരിക്കുമ്പോൾ അവിടെ വേണ്ട പോലെ മഴ പെയ്യിക്കും. അതിവൃഷ്ടി അനാവൃഷ്ടി എന്നിവയൊന്നും ഇവിടെ ഉണ്ടാവില്ല. രാജാവിൻ്റെ വേഷമെടുത്ത സാക്ഷാൽ ഹരി തന്നെയാണ് ഇദ്ദേഹം എന്നിങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ. ഒരു പക്ഷേ ഇനി പൃഥു ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെയും ത്രികാലജ്ഞാനികളായിട്ടുള്ള അവിടെ ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ നാഥനായി ദിശോ വിജിത്യ പ്രതിരുദ്ധ ചക്ര സ്വതേജസോൽപാടിതലോകശല്യ സുരാസുരേന്ദ്രൈരുപഗീയമാന മഹാനുഭാവോ ഭവിതാപതിർഭുവ. ഭൂപതി എന്ന പേരിന് അന്വർത്ഥമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. സകല ദിക്കുകളും 8 ദിക്കുകളും ജയിച്ച് ദേവന്മാരാലും അസുരന്മാരാലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മഹിമകളിങ്ങനെ സദാ പാടിക്കൊണ്ടിരിക്കും, ഭൂമിയുടെ നാഥനായിട്ട് മാറും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്തുതിപാഠകന്മാരെ അദ്ദേഹം നല്ലപോലെ പൂജിച്ചു, അഭിനന്ദിച്ചു, അവരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു. പിന്നെ ഓരോ വർണ്ണത്തിലുള്ള ആളുകൾക്ക്, ഓരോ തൊഴിലിൽ കഴിയുന്ന ആളുകളെയൊക്കെ വിളിച്ച് അദ്ദേഹം വേണ്ട പോലെ അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. നമ്മളിപ്പോൾ ആധുനിക ഭാഷയിൽ പറയും, ആ ജോലികളൊക്കെ വേണ്ടതുപോലെ വിഭജനം ചെയ്യുക. അത് പതിവുണ്ട്. പൃഥു മഹാരാജാവ് അത് ചെയ്ത ആളാണ്. പിന്നെയോ അങ്ങനെ അദ്ദേഹം ആ വേണ്ട രീതിയിൽ രാജ്യഭാരം ആരംഭിക്കാൻ പുറപ്പെടുമ്പോൾ അപ്പോഴാണ് വിതുരൻ്റെ ഒരു ചോദ്യം. ഞാനിതാ അറിയണു, ഭൂമി പശുവിൻ്റെ രൂപം സ്വീകരിച്ചു എന്നും പൃഥു ഭൂമിയെ കറന്നപ്പോൾ പശുക്കുട്ടി ഏതായിരുന്നു എന്നും കറക്കാനുള്ള പാത്രം എന്തായിരുന്നു എന്നൊക്കെ
അറിഞ്ഞാൽ കൊള്ളാം. കാരണം സൂതമാഗധ വന്ദികൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ മൈത്രേയ മഹർഷി ചിരിച്ചും കൊണ്ട് പറഞ്ഞു. കാരണം ഇതെന്താ, ഇവിടെ വിതുരൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഭഗവൽ കഥയെ സംബന്ധിച്ചിട്ടാണ്. ഭക്തായ മേനുരക്തായ തവ ചാധോക്ഷജസ്യ ച വക്തുമർഹസി യോ ദുഹ്യൈദ്വൈന്യരൂപേണ ഗാമിമാം. ആ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ വാസുദേവ കഥാമ്പ്രതി അതുകൊണ്ട് വലിയ സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, ഇവിടെ ആ ബ്രാഹ്മണരൊക്കെ അദ്ദേഹത്തെ വേണ്ടതുപോലെ ആ ചക്രവർത്തിയായിട്ട് അഭിഷേകമൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടെ പ്രജകൾ ഓടി വരുന്നു. പ്രജകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, ഞങ്ങൾ എന്തെങ്കിലും ഭൂമിയിലേക്ക് സമർപ്പിച്ചാൽ തന്നെ അത് മുഴുവൻ ഭൂമി എടുക്കണമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും തിരിച്ചു തരുന്നില്ല, അങ്ങ് വേണ്ടത് ചെയ്യണം, ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പ്രജകളുടെ പട്ടിണി മാറ്റലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് അന്നേ പൃഥുവിനറിയാം. ആധുനിക ഭരണകർത്താക്കൾക്കൊക്കെ ഏറ്റവും ശ്രദ്ധേയനായൊരു മാതൃകയാണ് പൃഥു മഹാരാജാവ് എന്ന് പറഞ്ഞാൽ. പൃഥുവിൻ്റെ കഥ കേൾക്കുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക, അത് എല്ലാവർക്കും വളരെ വിശേഷമായിട്ടുള്ളതാണ് എന്നിങ്ങനെ പറയണു. ഭൂമി കുറ്റം ചെയ്തു എന്ന് മനസ്സിലാക്കി കയ്യിൽ വില്ലെടുത്ത് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു ആ പൃഥു മഹാരാജാവ് എന്ന് പറയുന്നു. ഏതുപോലെ ത്രിപുരാന്തകനെ പോലെ ക്രുദ്ധസ്ത്രിപുരഹായധ എന്നാണ് പറയുന്നത്. സാക്ഷാൽ മഹാദേവനെ പോലെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നു. അങ്ങനെ അസ്ത്രം തൊടുത്ത് അദ്ദേഹം ഭൂമിദേവിയെ നിലയ്ക്ക് നിർത്താൻ പുറപ്പെട്ടപ്പോൾ ഭൂമി എന്ത് ചെയ്തു, പശുവിൻ്റെ രൂപമെടുത്ത് അവിടുന്ന് ഇറങ്ങി ഓടിപ്പോയി. മൃഗീവ മൃഗയുദ്രുത എന്നാണ്. കാട്ടാളൻ എങ്ങനെയാണോ മാനിന് നേരെ അസ്ത്രയക്കാൻ നിൽക്കുന്നത്, അതേപോലെ ആ പൃഥു മഹാരാജാവ് ഭൂമിക്ക് നേരെ അസ്ത്രയക്കാൻ പുറപ്പെട്ടപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. എല്ലാ ദിക്കിലും, ഭൂമിയിലും സ്വർഗത്തിലും അന്തരീക്ഷത്തിലും എവിടെ ആ പശു അല്ലെങ്കിൽ ഭൂമിദേവി എത്തിയോ അവിടെയൊക്കെ പൃഥു മഹാരാജാവ് അസ്ത്രവുമായി പിന്നാലെ ചെന്നു. ഒരു നിവൃത്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ കാക്കലിങ്ങനെ വീണ് നമസ്കരിച്ചു. ത്രാഹി മാമഭിഭൂതാനാം, രക്ഷിക്കുക, എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതല്ലേ അങ്ങയുടെ ആ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് എന്നെയും രക്ഷിക്കണം. ഒരപരാധവും ഞാൻ ചെയ്തിട്ടില്ല അങ്ങക്ക്, എന്തിനാ എന്നെ എങ്ങനെ കൊല്ലണത്? അങ്ങക്ക് ധർമ്മതത്വം അറിയില്ലേ? അബലയായിട്ടുള്ള എന്നെ കൊല്ലാമോ എന്നൊക്കെ അങ്ങോട്ട് ചോദിപ്പിച്ചു. അപ്പോൾ സത്യത്തിൽ പണ്ട് അങ്ങ് ഒരിക്കൽ ഒരു ജന്മമെടുത്തത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പം ഞാനില്ലാതെയായി കഴിഞ്ഞാലോ, ജനങ്ങൾക്ക് ജീവിക്കാൻ സത്യത്തിൽ ഈ വിശ്വം മുഴുവൻ സ്ഥിതി ചെയ്യുന്നു, ഈ ലോകം മുഴുവൻ സ്ഥിതി ചെയ്യുന്ന ഉറപ്പുള്ള തോണിയായ എന്നെ നശിപ്പിച്ച് ഈ പ്രജകളെയൊക്കെ അങ്ങ് ജലത്തിലേക്ക് തട്ടിയിടില്ലേ? അതുകൊണ്ട് എന്നെ കൊല്ലരുത്. അപ്പോൾ പറഞ്ഞു, നീയ് ഇല്ലാതെയായിക്കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു ഭൂമി സൃഷ്ടിക്കും. ആധുനിക കാലത്തെ ഭരണകർത്താക്കളൊക്കെ പറയില്ലേ, ഞാനൊരു പുതിയ ഭൂമി സൃഷ്ടിക്കും, ഇവിടെ പുതിയ ഭൂമി, പുതിയ ആകാശം എന്നൊക്കെ ഗംഭീരമായിട്ട് പ്രഖ്യാപനം നടത്തും. പക്ഷേ അതൊന്നും സാധിക്കാറില്ല. അവർക്ക് ഭരണത്തിൽ കയറി കഴിയുമ്പോൾ അതൊന്നും സാധിക്കാറില്ല. ഇവിടെ അങ്ങനെയല്ല. ഭരണത്തിൽ കയറിയിട്ടും പൃഥു അത് വേണ്ടതുപോലെ കാണിച്ചു തന്നു. പൃഥു പറഞ്ഞു, പകൽ മുഴുവൻ പുല്ല് തിന്നുക, പക്ഷേ പാൽ കറക്കാനായിട്ട് ചെല്ലുമ്പോൾ അയാളെ അടിച്ചോടിക്കുക, അത് ശരിയല്ല എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഒരിക്കൽ രക്ഷിച്ചു, അന്ന് അതിനെന്താ കാരണം എന്ന് പറയണത്, അന്ന് നീ അബലയായിരുന്നു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നിന്നെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. ഇപ്പം നീ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് പുരുഷനോ സ്ത്രീയോ നപുംസകമോ ആരും ആയിക്കൊള്ളട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയിക്കൊള്ളട്ടെ, ആരായാലും അവിടെ പറഞ്ഞു, ദയാദാക്ഷിണ്യങ്ങളില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കൊല്ലുന്നത് ഹിംസയല്ല എന്നാണ് അവിടെ പൃഥു മഹാരാജാവ് ആദ്യം തന്നെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഭൂമി പറഞ്ഞു, അങ്ങ് സത്യത്തിൽ ഞാനിതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു വെച്ചു എന്നുള്ളത് ശരിയാണ്, പ്രജകൾക്ക് കൊടുക്കണില്ല എന്നുള്ളത് ശരിയാണ്. കാരണം എന്താ, നമപരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർധുതദ്രവ്യക്രിയാകാരക വിഭ്രമോർമ്മയെ. ഗംഭീരായിട്ടുള്ള സ്തുതിയാണ്. എന്താ പറഞ്ഞത്, ഞാനിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തു വെച്ചതെന്നറിയോ? അങ്ങയുടെ പൂർവജനായിരിക്കുന്ന വേനൻ്റെ ദുഷ്പ്രവർത്തികൾ കൊണ്ട് ന യഷ്ടവ്യം ന ദാതവ്യം ഹോതവ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാനം ചെയ്യാൻ പാടില്ല, യജ്ഞം ചെയ്യാൻ പാടില്ല, ഹോമം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അധർമ്മതൽപരനായിട്ട് അദ്ദേഹം ജീവിച്ചപ്പോൾ
അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പം എന്തായി? അതൊക്കെ എന്നിലേക്ക് ലയിച്ചു ചേർന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നൂനം ജനൈരീഹിതമീശ്വരാണാമസ്മൈർവിധൈസ്തൽ ഗുണസർഗമായ നജ്ഞായത്തെ മോഹിതചിത്തവർമ്മഭിസ്തേഭ്യോ നമോ വീരയശസ്കരേഭ്യ. അവിടെ ആ പാദങ്ങളിൽ വീണ് ഇങ്ങനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇത് എല്ലാം അങ്ങയ്ക്ക് തരാൻ എനിക്കൊരു മടിയില്ല. ഇപ്പം ഞാൻ ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിലല്ലേ ഇവിടെ നിൽക്കണത്. അതുകൊണ്ട് അങ്ങക്ക് എന്താണോ എന്നിൽ നിന്ന് ആവശ്യമുള്ളത്, യജ്ഞത്തിനായി ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഓഷധികൾ യജ്ഞാദികളൊന്നും ചെയ്യാതെ ദുർജനങ്ങൾ അവരുടെ ഉദരംഭരണത്തിന് വേണ്ടി മാറ്റണ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തു വെച്ചത്. അതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ അങ്ങ് തിരിച്ചെടുക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് കറക്കാൻ ഉപകരിക്കുന്ന ഒരു പശുക്കുട്ടിയെയും യോജിച്ച പാത്രത്തെയും അങ്ങ് തീരുമാനിച്ചോളൂ. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് പ്രിയപ്പെട്ട ആവശ്യമുള്ള സകല കാമങ്ങളെയും ചുരത്തിത്തരാം, സ്വീകരിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഒരു കിടാവ് വേണം, ഒരു പാത്രം വേണം, അത് കറന്നെടുക്കാൻ പാകത്തിന് ഒരു കറവക്കാരനും വേണം. വർഷക്കാലത്ത് മേഘത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്ന ജലം ആ ഋതു കഴിഞ്ഞാലും എൻ്റെ ഉള്ളിൽ തന്നെ ലയിച്ച് കിടക്കാറുണ്ട്. അങ്ങനെയാണല്ലോ ആളുകൾക്കൊക്കെ വെള്ളം കിട്ടുന്നത്. ഭൂമിദേവി പറയുകയാണ് അത് എങ്ങനെയാണോ എടുക്കുക. അപ്പോൾ ഈ ജലം എല്ലായിടത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടി എന്ത് വേണം? എൻ്റെ ഉപരിതലം സമതലമാക്കണം. ഇപ്പോൾ ഇവിടെ ചില സ്ഥലത്ത് പൊന്തി കിടക്കണു, ചില സ്ഥലത്ത് താഴ്ന്നു കിടക്കണു. അപ്പോൾ വെള്ളം വേണ്ടതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. അത് വേണ്ടത് ചെയ്യണം. പൃഥു മഹാരാജാവിന് സന്തോഷമായി. അദ്ദേഹം സ്വയംഭൂമനുവിനെ തന്നെ പശുക്കിടാവായി സങ്കല്പിച്ചുകൊണ്ട് സകല ഓഷധികളെയും തൻ്റെ കയ്യിൽ കറന്നെടുത്തു. അപ്പോൾ മനുഷ്യർക്കുള്ളതൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഋഷികൾ ബൃഹസ്പതിയെയാണ് കിടാവാക്കി സങ്കല്പിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ വേദശാസ്ത്രങ്ങളാകുന്ന പരിശുദ്ധമായ പാല് കറന്നെടുത്തു. ദേവന്മാർ ഇന്ദ്രനെ കിടാവാക്കി സ്വർണപാത്രത്തിലാണ് മനഃശക്തി, ഇന്ദ്രിയശക്തി, ദേഹശക്തി എന്നിവ കറന്നെടുത്തത്. ദിതിപുത്രന്മാരായ അസുരന്മാർ പ്രഹ്ലാദനെ പശുക്കിടാവാക്കി ഇരുമ്പ് പാത്രത്തിൽ സുരയും ആസവും കറന്നെടുത്തു, മദ്യമൊക്കെ കറന്നെടുത്തു. ഗന്ധർവന്മാരെ, അപ്സരസ്സുകൾ തുടങ്ങിയവരെ വിശ്വാസവസുവിനെ കിടാവാക്കി സങ്കല്പിച്ച് പത്മസ്വരൂപമായ പാത്രത്തിൽ ഗാനം, വാങ്മാധുര്യം, സൗന്ദര്യം എന്നിവയൊക്കെ പാലായി കറന്നെടുത്തു. ഓരോരുത്തർക്കും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെയാണ്. ശ്രാദ്ധത്തിൻ്റെ ദേവതകളായിട്ടുള്ള പിതൃക്കൾ അര്യമാവിനെ വത്സനാക്കി കൽപ്പിച്ചും കൊണ്ട് പച്ചക്കലത്തിൽ കവ്യരൂപമായിരിക്കുന്ന പാല്, സിദ്ധന്മാർ കപിലനെ കിടാവാക്കി, മായാവികൾ മയനെ കിടാവാക്കി, യക്ഷന്മാർ രാക്ഷസന്മാരൊക്കെ മഹാദേവനെ ശിവനെ കിടാവാക്കി തലയോട്ടിയിൽ മാദകരക്തം കറന്നെടുത്തു. സർപ്പങ്ങൾ ഒക്കെ അവിടെ തക്ഷകനെ കിടാവാക്കി മായാകുന്ന പാത്രത്തിലേക്ക് വിഷം പാലായി കറന്നു. മൃഗങ്ങൾ മഹാദേവൻ്റെ വാഹനമായിരിക്കുന്ന ആ കാളയെ കിടാവാക്കി പച്ചപ്പുല്ലാകുന്ന പാല്, ജന്തുക്കൾ സിംഹത്തെ കിടാവാക്കി ശരീരമാകുന്ന പാത്രത്തിൽ മാംസം കറന്നെടുത്തു. പക്ഷികൾ ഗരുഡനെ കിടാവാക്കി മാറ്റി പുഴുക്കൾ, പഴങ്ങൾ തുടങ്ങിയവ കറന്നെടുത്തു. വൃക്ഷങ്ങൾ പേരാലിനെയാണ് കിടാവാക്കിയത്. മധുരാതിരസങ്ങളെയും പർവ്വതങ്ങൾ ഹിമാലയത്തെ കിടാവാക്കി സ്വർണാദി ധാതുക്കളെയും ഒക്കെ കറന്നെടുത്തു. പറഞ്ഞു അവിടെ സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക്പയ. ഇങ്ങനെ എല്ലാവരും തങ്ങളിൽ പ്രധാനപ്പെട്ട ആളെ കിടാവാക്കി അതാതുപാത്രങ്ങളിൽ ഇഷ്ടവസ്തുക്കൾ വേണ്ടതുപോലെ കറന്നെടുത്തു. അപ്പോൾ അന്നമാഗ്രഹിക്കുന്ന പൃഥു തുടങ്ങിയ ആളുകൾ അന്നം ക്ഷീരമായി അവിടെ കറന്നെടുത്തു എന്നും ഇവിടെ അങ്ങനെ സൂചിപ്പിച്ചു. പൃഥു വേണ്ടതുപോലെ പ്രജകൾക്ക് ജീവനമാർഗം ഉണ്ടാവാൻ വേണ്ടി വേണ്ടതുപോലെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, പലതരം കോട്ടകൾ, ഖനികൾ, കർഷക ഗ്രാമങ്ങൾ ഇങ്ങനെ ഓരോന്നും വേറെ വേറെ സ്ഥാപിച്ചു. അവിടെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി. അതേപോലെ ഭൂമിദേവി ആവശ്യപ്പെട്ടതുപോലെ ഭൂമിയെ തൻ്റെ ആ ധനുസ്സിൻ്റെ അഗ്രം കൊണ്ട് നിരത്തി സമതലമാക്കി എന്നും അവിടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പറഞ്ഞു പൃഥു മഹാരാജാവിൻ്റെ അശ്വമേധയാഗത്തെക്കുറിച്ചാണ് പറയണത്. അഥാദീക്ഷതരാജാതു ഹയമേധശതേന സാ ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീ സരസ്വതി കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദി സ്വയംഭുവനുവിൻ്റെ സ്ഥാനമാണ് ബ്രഹ്മാവർത്തം എന്ന് പറഞ്ഞാൽ. അവിടെ 100 അശ്വമേധയാഗം കൊണ്ട് ഭഗവാനെ യജിക്കാൻ
തീർച്ചപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം യജ്ഞം ആരംഭിക്കണു. അങ്ങനെ 100 യജ്ഞങ്ങളിൽ 99 യജ്ഞങ്ങളും കഴിഞ്ഞു. 100ാമത്തെ അശ്വമേധം കൊണ്ട് ഭഗവാനെ യജിക്കാൻ തീരുമാനിച്ച് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവേന്ദ്രൻ വന്ന് ആ യാഗാശ്വത്തെ, യാഗപശുവിനെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയണു. കുതിരയെ അപഹരിച്ചു. അപ്പോൾ പാഖണ്ഡവേഷം ധരിച്ച ഇന്ദ്രനെ അത്രി മഹർഷിയാണ് കാണിച്ചു കൊടുത്തത്. പൃഥുപുത്രൻ അത്രി മഹർഷി പറഞ്ഞതനുസരിച്ച് ദേവേന്ദ്രൻ്റെ പിന്നാലെ പോയി അവിടെ ചെന്ന് ദേവേന്ദ്രനെ തോൽപ്പിച്ച് അവിടുന്ന് ആ പശുവിനെ അല്ലെങ്കിൽ യാഗാശ്വത്തെ, കുതിരയെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു, ഓ അശ്വത്തെ തിരിച്ചു കൊണ്ടുവന്ന ആൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് വിജിതാശ്വൻ എന്നൊരു പേര് പ്രത്യേകമായിട്ട് കൊടുത്തു. ഭാഗവതത്തിലുടനീളം പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഓരോരോ പേരുകൾ ഓരോരുത്തർക്ക് ലഭിക്കുന്നത് കാണാം. സവ്യസാചി, അർജുനന് പേര് കിട്ടി. 2 കൈ കൊണ്ടും ഒരേപോലെ അസ്ത്രമയക്കാൻ കഴിവുള്ള ആൾ, അതുകൊണ്ട് സവ്യസാചി. ഇങ്ങനെയൊക്കെ പേരുകൾ ഇടുന്ന ഏർപ്പാടുണ്ട്. ഏതായാലും അവിടുന്ന് കുതിരയെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ദേവേന്ദ്രൻ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ഇരുട്ടുണ്ടാക്കി. ആ സമയത്ത് ഈ കുതിരയെ വീണ്ടും അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ദ്രന് നേരെ അസ്ത്രം തൊടുക്കാൻ ചെന്നു. അവിടെ വിജിതാശ്വൻ ദേവേന്ദ്രനെ തോൽപ്പിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ദേവേന്ദ്രൻ വീണ്ടും അത്തരത്തിൽ ആ കുതിരയെ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ പൃഥു അവിടുന്ന് ചാടി എഴുന്നേറ്റു. ഇനി ദേവേന്ദ്രനെ തോൽപ്പിക്കുകയല്ല, ദേവേന്ദ്രനെ ഇല്ലാതെയാക്കുകയാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പൃഥു മഹാരാജാവ് അമ്പും വില്ലൊക്കെ എടുത്തപ്പോൾ ഋത്വിക്കുകൾ പറഞ്ഞു, അങ്ങ് ചെയ്യണത് ശരിയല്ല. തമൃത്വിജ ശക്രവധാഭിസന്ധിതം വിചക്ഷ്യ ദുഷ്പ്രേക്ഷ്യമസഹ്യരംഹസം നിവാരയാമാസുരഹോ മഹാമതേ നയുജ്യതേത്രാന്യവധ പ്രചോദിതാൽ. മഹാമതേ വിളിക്കുകയാണ് പൃഥു മഹാരാജാവിനെ. ഇവിടെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പശുവിനെ കൊല്ലുക എന്നല്ലാതെ, പശുവിൻ്റെ ആലംബനമല്ലാതെ മറ്റൊരു വധവും അങ്ങക്കിപ്പോൾ പറഞ്ഞിട്ടില്ല. അത് അങ്ങയുടെ ഈ യജ്ഞത്തിന് ദോഷമായിട്ട് വരും. പൃഥു മഹാരാജാവ് പറഞ്ഞു, ഈ യജ്ഞം ഇല്ലാതെയായി പൊക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, അധർമ്മത്തെ ഞാൻ ഇല്ലാതെയാക്കും. പൃഥു മഹാരാജാവിനോട് ഋത്വിക്കുകൾ പറഞ്ഞു, അങ്ങിപ്പോൾ അതിന് പുറപ്പെടണമെന്നില്ല. ആ ദേവേന്ദ്രനെ ഞങ്ങളുടെ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, അതുപോലെ എന്ന് ചോദിച്ചപ്പോൾ പൃഥു പറഞ്ഞു, ഓ ശരി എന്ന് പറഞ്ഞ് ആ 99 യാഗങ്ങൾ പൂർത്തിയാക്കി 100ാമത്തെ യാഗത്തിൻ്റെ അവിടേക്ക് ആവാഹിച്ചും കൊണ്ട് ദേവേന്ദ്രനെ അങ്ങോട്ട് വിളിച്ചു. ദേവേന്ദ്രൻ പേടിച്ചു വിറച്ചു. ഇപ്പോൾ എന്തുണ്ടാവും? ഹോമാഗ്നിയിൽ ആ കുതിരയോടുകൂടി ചെന്ന് വേണ്ടി വരും. എന്താ ചെയ്യുക? നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നു. ബ്രഹ്മാവ് വേഗം പൃഥു മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് ഈ എത്രയാ അങ്ങക്ക് കീർത്തി എന്ന് പറഞ്ഞാൽ തീരില്ല. 99 യജ്ഞങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ 100ാമത്തെ യജ്ഞം. 100 യജ്ഞം കഴിഞ്ഞാൽ ശതക്രതു എന്നൊരു പേര് കിട്ടും, ഒരു ബഹുമതി. അത് കിട്ടിക്കഴിഞ്ഞാലോ ശതക്രതു ആയിട്ടുള്ള ആളുകൾ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിന് അർഹനാണ്. അപ്പോൾ ദേവേന്ദ്രൻ അത് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങക്കാണെങ്കിൽ അതിലൊന്നും വലിയ താല്പര്യമില്ല. യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അങ്ങക്ക് ഇനി ഒന്നും സാധിക്കാനില്ല. കാരണം എന്താ? അങ്ങ് മോക്ഷധർമ്മവിത് ആണ്. ഭവാൻ മോക്ഷധർമ്മവിത്, മോക്ഷധർമ്മത്തെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഇന്ദ്രനോട് അങ്ങ് കോപിക്കരുത്. ബ്രഹ്മാവിൻ്റെ വാക്കുകളെ പൃഥു മഹാരാജാവ് അംഗീകരിച്ചു. അവർ ഭംഗിയായി ദേവന്മാരും ഋഷികളും നിരവധിയായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള മനുഷ്യരും ഒക്കെ ചേർന്ന് അതിഗംഭീരമായിട്ട് ഔഭൃത സ്നാനം ഒക്കെ നടത്തി. ദേവന്മാർ നിരവധിയായിട്ടുള്ള വരങ്ങൾ പൃഥു മഹാരാജാവിന് നൽകുകയും ചെയ്തു. ഈ സമയത്ത് യജ്ഞപൂർത്തി എന്നുള്ള രീതിയിൽ യജ്ഞശാലയിലേക്ക് സാക്ഷാൽ മഹാവിഷ്ണു എത്തിച്ചേർന്നു. മഹാവിഷ്ണുവിനോടൊപ്പം സാക്ഷാൽ ദേവേന്ദ്രനും അവിടേക്ക് വന്നു. ഭഗവാൻ പറഞ്ഞു, അങ്ങ് ഏകോനശതക്രതു എന്ന പേരിൽ അറിയപ്പെടും. അങ്ങയെപ്പോലുള്ള മഹാമതികൾ മായ കൊണ്ട് ബുദ്ധിമുട്ടരുത്, അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു ദേഷ്യം വെച്ച് പുലർത്തരുത് എന്നൊക്കെ വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഭഗവാന്റെ വാക്കുകൾ പൃഥു അംഗീകരിച്ചു. ദേവേന്ദ്രൻ പൃഥു മഹാരാജാവിൻ്റെ കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു എന്ന് പറയുന്നു. സ്പൃശന്തം പാദയോ പ്രേംണ വ്രീഡിതം സ്വേന കർമ്മണ ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. പാദത്തിൽ വീണ് നമസ്കരിച്ച ദേവേന്ദ്രനെ ആ പൃഥു മഹാരാജാവ് വാരിയെടുത്ത് ആലിംഗനം ചെയ്തു. ആ വിദ്വേഷമൊക്കെ അവിടെ തീർന്നു. ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു എന്നാണ്.
ഒന്നും മിണ്ടാൻ സാധിക്കണില്ല. കാരണം എന്താ? സാതിരാജോരചിതാഞ്ജലിർഹരിം വിലോകിതം നാശകദശ്രുലോചന ന കിഞ്ചനോ വാചസ ബാഷ്പവിക്ലവോ ഹൃദോപഗുഹ്യാമുമധാതവസ്ഥിത. ഒന്നും മിണ്ടാൻ സാധിക്കണില്ല. അങ്ങനെ അദ്ദേഹം കണ്ണീരൊക്കെ തുടച്ചു. എത്ര നോക്കിയിട്ടും മതിയാവണില്ല. കണ്ണുനീരെ, നീ ഒന്ന് മാറി നിൽക്ക്, ഞാൻ എൻ്റെ ഭഗവാനെ ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ടോ താൻ ദേവനാണ്, താൻ ഭഗവാന്റെ അവതാരം തന്നെയാണെന്നൊക്കെ മറന്നു നേരെ ആ ഭഗവാന്റെ കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചു. ഗരുഡൻ്റെ കഴുത്തിൽ ഒരു കൈ വെച്ചും കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ അഥാപമൃജ്യാശ്രുകലാവിലോകയന്ന തൃപ്തദൃഗ്ഗോചരമാഹ പൂരുഷം പദാസ്പൃശന്തം ക്ഷിതിമംസ ഉന്നതേ വിന്യസ്തഹസ്താഗ്രമുരംഗ വിദ്വിഷ. ആ നാഗഹാരിയായിരിക്കുന്ന സാക്ഷാൽ ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ അടുത്തുനിന്ന് ഞാൻ എന്താ വരം വാങ്ങേണ്ടത്? എനിക്ക് നിശ്ചയില്ല. നരകത്തിൽ കിടക്കുന്നവർക്ക് പോലും സുലഭമായിട്ടുള്ള വരങ്ങൾ അത് ഞാൻ മോഹിക്കണില്ല. പിന്നെ ഞാൻ എന്താ ആഗ്രഹിക്കണത്? ന കാമയേ നാഥ തദപ്യഹം ക്വചിത് നയത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർഹൃദയാൻ മുഖച്യുതോ വിധൽസ്വ കർണായുതമേഷമേ വര. നോക്കൂ, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് ഭഗവാന്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. ഇവിടെ പറയുകയാണ്, അവിടുത്തെ പാദപത്മ മകരന്ദരസം ഉണ്ടല്ലോ, ആ മകരന്ദരസത്തെ, ആ തേൻതുള്ളികളെ ഭക്തന്മാരായിരിക്കുന്ന ആ ഭഗവത് ഭക്തന്മാരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഭാഗവത കഥാമൃത ആസ്വാദനത്തിനായി വിധൽസ്വകർണായുതമേഷമേ വര. വിധൽസ്വകർണായുതം, അയുതം കർണം വിധൽസ്വ, 10,000 ചെവികൾ തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ 10,000 ചെവികൾ വേണം എന്നല്ല, ഭൗതിക ദൃഷ്ട്യാ വേണമെന്നല്ല, മറിച്ച് 10,000 ചെവികളുടെ ശക്തി എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ. എവിടെയൊക്കെ ഭഗവാന്റെ കഥാമൃതം ഉയരുന്നുണ്ടോ അത് മുഴുവൻ പിടിച്ചെടുക്കാൻ ശക്തിയുള്ള, അല്ലേ, അങ്ങനെയാണ്, എവിടെയും പോകുന്ന ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെ പിടിച്ചെടുത്തിട്ടാണ് നമുക്ക് നൽകുക. ആധുനിക കാലത്ത് അങ്ങനെയാണ്. ഇതേപോലെ ഒരു കുട പോലെ നിൽക്കുന്ന ആ ചെവിയിലേക്ക് എവിടെ ഭഗവാന്റെ നാമസങ്കീർത്തനം നടക്കുന്നുണ്ടോ അത് മുഴുവൻ പിടിച്ചെടുത്ത് ആ കർണത്തിലൂടെ അത് കടന്ന് അത് കരളിലേക്ക്, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ മനസ്സിന്, ആ ഹൃദയത്തിന് ആനന്ദമുണ്ടാവണം, മാധുര്യം ഉണ്ടാവണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരം എന്ന് പറയുന്നു. പാദപത്മ മകരന്ദ ബിന്ദു അതുണ്ടല്ലോ, ആ വായു പോലും കുയോഗികളായിട്ടുള്ള ആളുകൾക്ക് പോലും, ആഗ്രഹിക്കാത്ത ആളുകളിൽ പോലും തത്വജ്ഞാനം ഉണ്ടാകണു. അപ്പോൾ അങ്ങയുടെ കൃപ കൊണ്ട് വിവേകം സിദ്ധിച്ച ഞങ്ങൾക്ക് വേറെ വരങ്ങളെ കൊണ്ട് എന്താ കാര്യമുള്ളത്? യശശിവം സുശ്രവാര്യസംഗമേയ ദൃക്ഷയാ ചോപശൃണോതി തേ സകൃൽ കഥാം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീര്യൽപ്രവവ്രേ ഗുണസംഗ്രഹേക്ഷയ അധാഭജേ ത്വാഖില പുരുഷോത്തമം ഗുണാലയം പത്മകരേവ ലാലസ അപ്യാവയോരേകപതിസ്പൃധോ കലിർന്നസ്യാൽ കൃതത്വച്ചരണൈകതാനയോ. പറഞ്ഞു, സജ്ജന സഹവാസത്തിൽ അങ്ങയുടെ മംഗളകരമായിരിക്കുന്ന യശസ് ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അവർക്ക് വിശേഷ ബുദ്ധിയുണ്ട്, അവർ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നത് മൃഗമല്ലാത്ത പക്ഷം എന്നാണ്. അപ്പോൾ മനുഷ്യനാണെങ്കിൽ എങ്ങനെയാ അവർക്ക് അതിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുക? അവർക്ക് ആ ലക്ഷ്മീദേവി പോലും ആഗ്രഹിച്ചത് എന്താ? അവിടുത്തെ പാദപത്മങ്ങളെ നിരന്തരം പരിചരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനെ അഥാഭജേ ത്വാഖില പുരുഷോത്തമം, ഭഗവാനെ അതുകൊണ്ട് എനിക്കും അത് തന്നെ തരണം. ലോകമാതാവായ ദേവിയിൽ ഞങ്ങൾക്ക് കുറച്ച് ഒരസൂയുണ്ട്, കലഹമുണ്ട്. കാരണം എന്താ? ദേവിയുടെ സേവാകർമ്മത്തിൽ അങ്ങക്ക് എപ്പോഴും അഭിരുചി ഉണ്ടാവുന്നുണ്ട്. ഭക്തൻ്റെ നിസ്സാര സേവയെ വലുതായി കരുതുന്ന അവിടുന്ന്
സ്വസ്വരൂപത്തിൽ തന്നെ സദാ രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് ലക്ഷ്മിയെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സജ്ജനങ്ങൾക്ക് ജ്ഞാനസിദ്ധിക്ക് ശേഷവും മായാഗുണങ്ങളെയും സംസാരങ്ങളെയും ദൂരെ തള്ളിയിരിക്കുന്ന അങ്ങയെ തന്നെ അവർ ഭജിച്ചു കൊണ്ടിരിക്കണു. സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവിടുത്തെ പാദസേവയല്ലാതെ, പാദസ്മരണയല്ലാതെ, പാദാംബുജങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെയില്ല എന്ന് അപ്പോൾ അങ്ങിപ്പോൾ എന്നോട് വരം വാങ്ങിക്കോളൂ എന്ന് അങ്ങിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങയുടെ വാക്ക് കേട്ടാൽ ആരും മോഹിച്ചു പോവും. വാഗ്രൂപമായ കയർ കൊണ്ട് ഈ ലോകം ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെയും 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 മോഹങ്ങളെ കൊണ്ട് നമ്മൾ അത്തരം പ്രവൃത്തികൾ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തുച്ഛവസ്തു ആഗ്രഹിക്കണില്ല ഞാൻ. അങ്ങയുടെ മായയാൽ ലോകം മുഴുവൻ ബാധിക്കപ്പെട്ടിരിക്കണു ഈ പ്രശ്നങ്ങൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഞാൻ ആഗ്രഹിക്കണു അങ്ങ് ഏതുപോലെ എന്നെ കാക്കണം. അച്ഛനമ്മമാർ പ്രത്യേകിച്ചും പൃഥു പറയണു, അച്ഛൻ കുട്ടികൾ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ഹിതം ചെയ്തു കൊടുക്കില്ലേ? യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസിത സമീഹിതും. അങ്ങ് എന്ത് വേണം? ഞങ്ങളുടെയൊക്കെ പിതാവാണ് അവിടുന്ന്. ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ഹിതം അറിഞ്ഞ് പിതാവ് ആവശ്യപ്പെടാതെ ചെയ്തു കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ ഹിതം അറിഞ്ഞ് അത് അനുഷ്ഠിക്കുന്ന ആളാണ് അവിടുന്ന്. അതേപോലെ ചെയ്യണേ ചെയ്യണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കണു. മൈത്രേയ മഹർഷി പറഞ്ഞു, പൃഥുവിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പൂജ സ്വീകരിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രയായി എന്നും പറഞ്ഞു. എല്ലാ ഋഷീശ്വരന്മാരും ഭഗവാന്റെ ആ യാത്ര ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം ഭഗവത് സ്വരൂപം കിട്ടിയില്ലേ, ആ ഭഗവാനെ തന്നെ നമസ്കരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് അവ്യക്തായ ച ദേവാനാം ദേവായ സ്വപുരം യൗ, തൻ്റെ പുരത്തിലേക്ക് തിരിച്ചുപോയി. അദൃഷ്ടായ നമസ്കൃത്യ ആ ഭഗവാനെ, തൻ്റെ അന്തർഹിതനായിരിക്കുന്ന തനിക്ക് സ്വരൂപദർശനം നൽകുന്ന അനുഗ്രഹിച്ച ആ ഭഗവാനെ നല്ലപോലെ ഒരിക്കൽ കൂടി നമസ്കരിച്ച് തിരിച്ചുപോയി എന്നും പറയുന്നു. പൃഥു മഹാരാജാവ് തൻ്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ വിതുരൻ ചോദിച്ചു, ആ ഭഗവാനിൽ നിന്ന് ഭൂമി പരിപാലിച്ച ആ കൈകളിൽ വൈഷ്ണവ തേജസ് മുഴുവൻ നിറഞ്ഞു നിൽക്കണു, അദ്ദേഹം പിന്നെ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗംഗായമുനകളുടെ മധ്യത്തിലായി അതിഗംഭീരമായ നല്ല ഒരു സ്ഥലം, അവിടെ ഒരു മഹാസത്രം ചെയ്യാനുള്ള ദീക്ഷ അദ്ദേഹം എടുത്തു. അങ്ങനെ എല്ലാവരുടെയും മധ്യത്തിൽ താരാണാമുടുരാടിവ എന്ന പോലെ, നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്നതുപോലെ അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കണു. അവിടെ കൂടിയിരിക്കുന്ന സഭാവാസികൾക്കായിട്ട് പൃഥു മഹാരാജാവ് ഗംഭീരമായിട്ട് ഒരു ഉപദേശം കൊടുത്തു എന്നാണ്. പൃഥുവിൻ്റെ പ്രജകൾക്കുള്ള ഉപദേശമാണ് അത്. സഭ്യാശൃണുത ഭദ്രം വ സാധവോയ ഇഹാഗതാഃ സൽസു ജിജ്ഞാസുഭിർധർമ്മമാവേദ്യം സ്വമനീഷിതം. നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം, നിങ്ങൾക്ക് മംഗളം ഉണ്ടാവട്ടെ. ധർമ്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് നല്ലപോലെ കേട്ടോളൂ എന്ന് പറയുകയാണ്. വർണ്ണാശ്രമധർമ്മങ്ങളിൽ ശരിയായ നിലനിൽപ്പ് ചെയ്യേണ്ടവനാണ് രാജാവ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതാ ഉപദേശിച്ചു തരാണ്. പ്രജാധർമ്മം എന്ന് പറഞ്ഞാൽ പ്രജാധർമ്മങ്ങളിൽ പ്രവർത്തിക്കാതെ കരം വാങ്ങി അനുഭവിക്കുകയും ചെയ്യുന്ന രാജാവ് എന്താ ഉണ്ടാവുക? തൻ്റെ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തും, വലിയ പാപം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ രാജാവായ എൻ്റെ ഭാവിഹിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചും കൊണ്ട് പൂജകൾ ചെയ്യാം. അങ്ങനെ ഭഗവാന് വേണ്ടി പൂജകൾ ചെയ്താൽ, സ്വധർമ്മം അനുഷ്ഠിച്ചാൽ അതെന്താവും? എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തീരും. അപ്പം എല്ലാവരും ഭഗവാന് വേണ്ടി ചെയ്യണം. മനുവിനും ഉത്താനപാദനും ധ്രുവനും രാജർഷിയായ പ്രവ്രതനും പിതാമഹനായ അംഗനും മറ്റനേകം മഹാന്മാർ, ബ്രഹ്മാവിനും ശിവനും പ്രഹ്ലാദനും മഹാബലിക്കും ഒക്കെ ഈശ്വരാനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എൻ്റെ
പൂർവജനായിരിക്കുന്ന വേനൻ ഈശ്വരനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈശ്വരനില്ലാതെ ആവില്ല. അപ്പോൾ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. മുമ്പ് പറഞ്ഞ ആളുകൾ മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അങ്കൻ, പ്രഹ്ലാദൻ, ശിവൻ, ബ്രഹ്മാവ്, മഹാബലി തുടങ്ങിയ ആളുകളൊക്കെ ഇത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്തുതി, ധ്യാനം, ശുശ്രൂഷ തുടങ്ങിയവ കൊണ്ടും അധ്യയനാദി വർണ്ണാശ്രമ ധർമ്മം കൊണ്ടും നിങ്ങൾ എന്തു ചെയ്യണം? നിഷ്കപടരായി ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് പ്രജകളാണോ ദൃഢസങ്കല്പത്തോടുകൂടി നിത്യവും ഭഗവാനെ സ്വധർമാനുഷ്ഠാനമാകുന്ന യോഗം കൊണ്ട് യജിക്കുന്നത്, അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവർ എനിക്ക് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനികളുടെയും പരമഭക്തന്മാരുടെയും കുലത്തിൽ നിങ്ങൾ ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുക പോലും അരുത്. ഭഗവാനെ സദാ ആശ്രയിക്കണം. അതാത് ദേവതാഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ തന്നെ എന്നറിഞ്ഞ് ഇന്ദ്രാദിദേവതകളുടെ പേരുകൾ കൊണ്ട് ബ്രഹ്മമുഖത്തിൽ അർപ്പിക്കുന്നതും ഏതു തരത്തിൽ ആർക്ക് സമർപ്പിക്കുന്നതും അതൊക്കെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടും തപസ്സോടും സദാചാരശുദ്ധിയോടും അതേപോലെ തന്നെ മൗനത്തോടും ഇന്ദ്രിയ നിഗ്രഹത്തോടും ഒക്കെ ആ ഭഗവാന്റെ പാദരേണു നിങ്ങൾ സദാ വഹിച്ചുകൊണ്ടിരിക്കണം. ആ പാദരേണു എൻ്റെ കിരീടത്തിന് അലങ്കാരമായിട്ട് തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഭഗവാൻ എന്നിൽ പ്രസാദിക്കട്ടെ. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണതേനു സമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദന സാനുചരശ്ച മഹ്യം. അങ്ങനെ അവരിതാ ഗംഭീരായിട്ടുള്ള ഉപദേശം കൊടുത്തു പൃഥു എല്ലാവരും പറഞ്ഞു. സാധുവാദേന സാധവ, നന്നായി നന്നായി എന്നിങ്ങനെ അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ പൃഥുവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവരും ഗംഭീരായിട്ട് അഹോ വയം ഹൃദ്യ പവിത്ര കീർത്തേ ത്വയ്യൈവ നാഥേന മുകുന്ദനാഥ യ ഉത്തമ ശ്ലോകതമസ്യ വിഷ്ണോർ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. പറഞ്ഞു, പുണ്യകീർത്തെ, അങ്ങ് ഞങ്ങളുടെ രാജാവായില്ലേ, ഇപ്പോൾ ഞങ്ങൾക്ക് ഭഗവാനാകുന്ന നാഥൻ ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു തോന്നലായി. കാരണം ബ്രാഹ്മണ ഭക്തനും പുണ്യകീർത്തിയുമായ ഭഗവാന്റെ ദിവ്യകഥകളല്ലേ അങ്ങ് ഞങ്ങൾക്ക് പാടിത്തന്നത്. വളരെ നന്നായി. അങ്ങ് പ്രജകളായ ഞങ്ങളെ വേണ്ട പോലെ പറഞ്ഞു തരുന്നതിലൊരു ആശ്ചര്യമില്ല. കാരണം എന്താ? ഇത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. വളരെ നന്നായി, വളരെ നന്നായി എന്ന് പറഞ്ഞ് നമോ വിവൃദ്ധ സത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീതം സ്വതേജസ എന്ന് പറഞ്ഞ് അവരിതാ കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചു. അങ്ങനെ പൃഥുമഹാരാജാവ് ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തു. ജനങ്ങൾ പൃഥുമഹാരാജാവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കിതാ ബ്രഹ്മപുത്രന്മാരായ കേവലം 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന സനകാദി യോഗീശ്വരന്മാർ അവിടേക്ക് കടന്നു വന്നത്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേര് അവരിതാ അവരുടെ കാക്കൽ വീണ് നമസ്കരിച്ചു പൃഥുമഹാരാജാവ്. അഹോ ആചരിതം കിമ്മേ മംഗളം മംഗളായനാഹ യസ്യവോ ദർശനം ഹ്യാസീർദുർദശാനാം ചയോഗിഭി. നിങ്ങളുടെ ദർശനം എനിക്ക് കിട്ടിയില്ലേ, ഞാൻ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ആ ഗൃഹസ്ഥന്മാർ ദരിദ്രരാണെങ്കിൽ പോലും അവർ കൃതാർത്ഥരായി. കാരണം എന്താ? പരമഭക്തന്മാരുടെ പാദതീർത്ഥം ഗൃഹത്തിൽ വരണില്ല എന്നുണ്ടെങ്കിൽ അത് ഏതുപോലെ എന്നാണ് പറയണത്? സർപ്പങ്ങൾ നിറഞ്ഞ മരങ്ങൾ പോലെയാണ് എന്നാണ് പറയുന്നത്. വ്യാളാലയദ്രുമാവൈതേപ്യരിക്താഖില സമ്പദ യദ്ഗൃഹാസ്ഥിർത്തപാദീയ പാദതീർത്ഥ വിവർജിത സ്വാഗതം സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠ. സ്വാഗതം സ്വാഗതം സ്വാഗതം. നിങ്ങൾ കാഴ്ചയിൽ ബാലന്മാരെ പോലെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങൾ മുമുക്ഷുക്കളാണ്, ബ്രഹ്മചാരികളാണ്, ബ്രഹ്മചര്യാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളാണ്. നിങ്ങളോട് കുശലം ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളിങ്ങനെ
ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഭക്തന്മാരുടെ അനുഗ്രഹിക്കാൻ വേണ്ടി സിദ്ധന്മാരുടെ വേഷം എടുത്ത് നടക്കുന്നു. നിങ്ങൾ അത്തരത്തിലുള്ള സിദ്ധന്മാരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സനൽകുമാരനാണ് മറുപടി പറഞ്ഞത്, മഹാരാജാവേ, അങ്ങ് ചോദിച്ച ചോദ്യം അങ്ങക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. ഭഗവാന്റെ കഥകളെക്കുറിച്ച് അങ്ങക്ക് നല്ലോണം അറിയാം. എങ്കിലും അങ്ങ് ഇത് ചോദിക്കണത് എന്തിനാ? ലോകഹിതത്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ് എന്നും ഞങ്ങൾക്കറിയാം. അപ്പോൾ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരാം ഞങ്ങൾ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള സനകാദി യോഗീശ്വരന്മാരുടെ ഉപദേശം അവിടെ നടക്കുന്നു. പറഞ്ഞു, അഹിംസ കൊണ്ടും പരമഹംസന്മാരുടെ നിഷ്ഠ കൊണ്ടും ആത്മഹിതം അനുസന്ധാനം ചെയ്യുന്നത് കൊണ്ടും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ സഹിക്കുക കൊണ്ടും ആണ് ഭക്തി ഉണ്ടാവുക എന്ന് അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഭക്തിക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് ചുരുക്കം. എന്നിട്ടോ ഹരേർമുഹുസ്തൽപരകർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയ ഭക്തിയാഹ്യസംഗസദസത്യനാത്മനി സ്യാന്നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരതി. പരമഭക്തന്മാരുടെ കർണങ്ങളെ കുളിർപ്പിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കീർത്തനം, അത് നിരന്തരം വർദ്ധിച്ചു വരുന്ന ഭക്തി കൊണ്ട് എന്തുണ്ടാവും? പ്രപഞ്ചത്തിൽ വൈരാഗ്യമുണ്ടാവും, സച്ചിദാനന്ദത്തിൽ രതി ഉണ്ടാവും. അപ്പോൾ ബ്രഹ്മത്തിൽ നൈഷ്ഠികമായ താല്പര്യം ഉണ്ടാകുന്നുവോ, അപ്പോൾ എന്തായി? അഗ്നി അരണീയേ എന്നതുപോലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും അതൊക്കെ ഇല്ലാതെയാക്കും. സനൽകുമാരാദികൾ പറഞ്ഞു, ധർമാർത്ഥകാമമോക്ഷങ്ങൾ ആ 4 നാലാമത്തേതായിട്ടുള്ള ആ മോക്ഷം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ധർമ്മവും അർത്ഥവും കാമവും പറഞ്ഞിട്ടുള്ളത്. ധർമാർത്ഥകാമങ്ങളൊക്കെ തന്നെ കാലഭയം ഉള്ളതാണ്. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മോക്ഷോപായത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞു കൊടുത്തു. യൽപാദപങ്കജപലാശവിലാസഭക്ത്യാ കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തി സന്താ തദ്വന്ന റിക്തമതയോ യതയോ വിരുദ്ധസ്രോതോ ഗണാസ്തമരണം ഭജ വാസുദേവം. അപ്പോൾ അഹങ്കാരഗ്രന്ഥിയെ പൊട്ടിച്ചു കളയുന്ന, ഇന്ദ്രിയ ഗുണങ്ങളെ നിയന്ത്രിച്ച സന്യാസിമാർ പോലും ആ വാസുദേവനെ തന്നെയാണ് ശരണം പ്രാപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഋക്ഷോമഹാനിഹ ഭവാർണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിതീരഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമഘ്രിം കൃത്വോടുപം വ്യസനമുത്തരദുസ്തരാർണം. സംസാരസാഗരത്തിന് അക്കരെ കടക്കാൻ ഭഗവാനെ ആശ്രയിക്കാത്ത ആളുകൾക്ക് അത് സാധിക്കില്ല. ഇന്ദ്രിയങ്ങളാകുന്ന മുതലകളോടുകൂടിയ സംസാരാർണവത്തെ അവർ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്തു വേണം? ഭഗവാന്റെ പാദപത്മമാകുന്ന ആ ഭാഗവത തോണി അത് മനസ്സിലിങ്ങനെ ധ്യാനിക്കുക. എങ്കിൽ ദുഃഖാത്മകമായിരിക്കുന്ന ദുസ്തരമായിരിക്കുന്ന സംസാര സമുദ്രത്തിൻ്റെ മറുകര കടക്കാൻ സാധിക്കും. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധരഭവാർണവാൽ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഏതായാലും ആ സനകാദിയോഗീശ്വരന്മാരുടെ ഉപദേശത്തെ സ്വീകരിച്ചു. ഞാൻ എന്താ നിങ്ങൾക്ക് ഗുരുദക്ഷിണയായിട്ട് തരിക? പ്രാണങ്ങൾ, പത്നി, മക്കൾ, ഗൃഹങ്ങൾ, ഉപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം, ഇതൊക്കെ ഞാൻ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്താ തരേണ്ടത് എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് വീണ്ടും 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 എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം 5 പുത്രന്മാരാണ് പൃഥുവിന് ഉണ്ടായിരുന്നത്. വിജിതാശ്വൻ ആദ്യം നമ്മൾ പറഞ്ഞു, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃഗൻ. അവർ സകല ലോകപാലന്മാരുടെയും ഗുണങ്ങളെ വഹിച്ചിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതകൾ മൈത്രേയ മഹർഷി ഇങ്ങനെ വർണ്ണിച്ചു. ഓരോ കാര്യത്തിലും ദുർധർഷസ്തേജസേവാഗ്നിർമഹേന്ദ്ര ഇവ ദുർജയ തിതിക്ഷയാധരിത്രീവ ദൗരിവാഭീഷ്ടതോ നൃണാം. തേജസ്സുകൊണ്ട് അഗ്നിയെപ്പോലെയാണ് അദ്ദേഹം. അതേപോലെ
മഹേന്ദ്രനെ പോലെ ആർക്കും ജയിക്കാൻ സാധിക്കാത്ത ആളാണ്. സഹനശക്തി കൊണ്ട് ഭൂമിക്ക് തുല്യനാണ്. സ്വർഗം പോലെ സകലർക്കും അഭീഷ്ടം കൊടുക്കുന്നതാണ്. മേഘമെന്നതുപോലെ ലോകത്തെ തൃപ്തിപ്പെടുത്താൻ മേഘം ആ മഴ പെയ്യിക്കുന്നത് പോലെ കാമത്തെ വർഷിച്ചു. സമുദ്രം പോലെ ഗാംഭീര്യം കൊണ്ട് അറിയപ്പെടാൻ കഴിയാത്ത ആളാണ്. ശക്തി കൊണ്ട് ഹിമവാന് തുല്യാണ്, മഹാമേരുവിന് തുല്യനാണ്. ശിക്ഷിക്കുന്ന കാര്യത്തിൽ യമധർമ്മനെ പോലെയാണ്. ആശ്ചര്യത്തിൽ ഹിമാലയ തുല്യനാണ്. ധനത്തിൽ കുബേര തുല്യനാണ്. വരുണനെ പോലെ അറിയപ്പെടാത്ത സമുദ്രധനത്തോടു കൂടിയ സമൃദ്ധധനത്തോടു കൂടിയിട്ടുള്ള ആളാണ് എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞു. 3 ലോകങ്ങളിലും എങ്ങും ഗാനം ചെയ്യപ്പെടുന്ന കീർത്തി മൂലം സജ്ജനങ്ങളുടെ ചെവിയിൽ ശ്രീരാമചന്ദ്രൻ എന്നതുപോലെ സകല സ്ത്രീകളുടെയും ആ ചെവികളിൽ ശ്രോത്രേന്ദ്രിയത്തിൽ പ്രവേശിച്ചു അദ്ദേഹം. കീർത്തിയോർധ്വഗീതയാ പുംഭിസ്ത്രൈലോക്യേ തത്ര തത്ര പ്രവിഷ്ട കർണരന്ധ്രേഷു സ്ത്രീണാം രാമസദാമിവ എന്ന് പറഞ്ഞാണ് ആ രംഗം അവിടെ ഉപസംഹരിച്ചത്. പൃഥുമഹാരാജാവ് മനസ്സിലായി, ജരാനരകൾ ബാധിച്ചു എന്ന് മനസ്സിലായി. കുട്ടികളെ രാജ്യഭാരം ഏൽപ്പിച്ചു അദ്ദേഹം. പത്നിയായ അർച്ചി ദേവിയോടുകൂടി അവിടുന്ന് കാട്ടിലേക്ക് യാത്രയാവണു. അവിടെ വെച്ച് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തും മഴക്കാലത്ത് മഴ മുഴുവൻ കൊണ്ടും തണുപ്പ് കാലത്ത് കഴുത്തുവരെ വെള്ളത്തിൽ നിന്നും സർവവും സഹിച്ച് മൗനിയായി ഇന്ദ്രിയ നിഗ്രഹം നടത്തി ബ്രഹ്മചര്യം പാലിച്ച് പ്രാണൻ നിയന്ത്രിച്ച് അതിഗംഭീരമായിട്ടുള്ള തപസ് അവിടെ ആരംഭിച്ചു എന്നിങ്ങനെ പറയുന്നു. ആ തപസ്സിൻ്റെ പ്രത്യേകത കൊണ്ട് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അഹങ്കാരഗ്രന്ഥിയെ അദ്ദേഹം മുറിച്ചു. എല്ലാത്തിനെയും ആ പരമാത്മാവിൽ ആത്മാവിനെ അർപ്പിച്ച് ആ ബ്രഹ്മമായി മാറി സ്വന്തം ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. കാലിൻ്റെ മടമ്പുകൾ കൊണ്ട് മലദ്വാരം അടച്ചു വയ്ക്കുക, വായുവിനെ പതുക്കെ പതുക്കെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തുക, അത് നാഭിയിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം ഹൃദയം, ഉരസ്, കണ്ഠം, ഭ്രൂമധ്യം എന്നിവയിലേക്ക് ഉയർത്തി 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 ബ്രഹ്മരന്ധ്രത്തിലേക്ക് പ്രവേശിപ്പിച്ച് പ്രാണനെ സമഷ്ടിവായുവിലും ശരീരത്തിലെ ആ പാർത്ഥിവ ഭാഗത്തെ ഭൂമിയിലും അഗ്നിയംശത്തെ സമഷ്ടി തേജസ്സിലും യോജിപ്പിച്ച് ഇന്ദ്രിയാകാശത്തെ ആകാശത്തിലും ശരീരത്തിലെ ജലാംശത്തെ ജലത്തിലും ലയിപ്പിച്ച് ഭൂമിയെ ജലത്തിലും അതിനെ തേജസ്സിലും അതിനെ വായുവിലും വായുവിനെ ആകാശത്തിലും ലയിപ്പിച്ചു. അങ്ങനെ ആ സ്വസ്വരൂപത്തിൽ നിലകൊണ്ട് തൻ്റെ ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു എന്നും അവിടെ സൂചിപ്പിച്ചു. പതിവ്രതയായ അർച്ചിസ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചിതകൂട്ടി ഭർത്താവിൻ്റെ ആ ഭഗവത് പദപ്രാപ്തി മനസ്സിലാക്കി ആ ശരീരം ആ ചിതയിലെടുത്തു വെച്ചു. ആ ചിതയിലേക്ക് തൻ്റെ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. രണ്ടുപേരും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നും അവിടെ സൂചിപ്പിച്ചു. ജയിതം സുമഹൽ പുണ്യം ശ്രദ്ധയാവഹിത പഠേൽ ശ്രാവയേൽ ശൃണുയാദ്വാപി സപൃഥോ പദവീമിയാൽ ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വീ രാജന്യോ ജഗദീപതി വൈശ്യപഠൻ വിട്പതി സ്യാൽ ക്ഷൂദ്ര സത്തമതാമിയാൽ പറഞ്ഞു. ഈ പൃഥുചരിത്രം ആരാണോ ശ്രേഷ്ഠമായ ഈ പൃഥുചരിത്രത്തെ കേൾക്കുന്നത്, പാടുന്നത്, കേൾപ്പിക്കുന്നത് അവരൊക്കെ പൃഥു പ്രാപിച്ച ആ ഭഗവത് പദപ്രാപ്തി അവർക്കും നേടാൻ സാധിക്കും. ബ്രാഹ്മണർ ബ്രഹ്മതേജസ്വിയായിട്ട് തീരും, ക്ഷത്രിയൻ ചക്രവർത്തിയാവും, വൈശ്യൻ സമ്പന്നനാകും, ശൂദ്രൻ ഉത്തമനായിട്ട് തീരും. സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ മൂന്നാവർത്തി കേട്ടാൽ സന്താനമില്ലാത്ത ആളുകൾക്ക് ഉത്തമമായിരിക്കുന്ന സന്താനമുണ്ടാവും, ദരിദ്രൻ ധനവാനാകും, കീർത്തിയില്ലാത്തവന് കീർത്തിയുണ്ടാവും, അജ്ഞൻ മഹാപണ്ഡിതനായിട്ട് തീരും, സർവ്വദോഷങ്ങളെ നശിപ്പിക്കും, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ലഭിക്കും. അങ്ങനെ ആ ഭഗവൻ മഹിമ സൂചിപ്പിക്കുന്ന ഈ ചരിത്രം, പൃഥുവിൻ്റെ ചരിത്രം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. അനുദിനമിതമാദരേണ ശൃണ്വൻ പൃഥുചരിതം പ്രപഠൻ പൃഥുചരിതം പ്രഥയൻ വിമുക്തസംഗ ഭഗവതി ഭവസിന്ധുപോതപാദേ സചതിപുണാം ലഭത്തെ രതിം മനുഷ്യ. സംസാര സമുദ്രം കടത്തുന്ന തോണിയാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവസിന്ധു പോതപാദേ, ആ
ഭാഗവത തോണി അതിൽ കയറി ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കും. ദൃഢഭക്തിയുണ്ടാവും. സച നിപുണാം ലഭത്തെ രതിം മനുഷ്യ എന്ന് പറഞ്ഞാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. നമുക്കും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ നമുക്ക് പ്രാചീന ബർഹിസിൻ്റെ കഥയാണ്. അതിനു മുമ്പായിട്ട് ആദ്യം രുദ്രഗീതം എന്ന് അറിയപ്പെടുന്ന, യോഗാദേശം എന്നറിയപ്പെടുന്ന സാക്ഷാൽ മഹാദേവൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ ഉപദേശിച്ചു കൊടുത്ത വളരെ വിശേഷമായിട്ടുള്ള മന്ത്ര സംഹിതയോടുകൂടിയിട്ടാണ് നമ്മൾ നാളെ ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ പുരഞ്ജനൻ്റെ കഥ ഒക്കെ നമുക്ക് കേൾക്കാം. പുരഞ്ജനോപാഖ്യാനം എന്നുള്ള കഥയൊക്കെ നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.